മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സൂപ്പർ ഹീറോയാണ് അയൺമാൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അയൺമാന്റെ മാസ്ക് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ ഇത് എങ്ങനെ ചെയ്തെടുക്കാന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലാറ്റ് സർഫസ് ഉള്ള ബോട്ടിലാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. എപ്പോഴത്തെയും പോലെ നമ്മൾ വൈറ്റ് ഇനാമൽ പെയിന്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്രാവശ്യവും ബോട്ടിലിന് ഫസ്റ്റ് കോട്ട് കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ഇനാമൽ പെയിൻറ്റിന് എത്ര രൂപ വരുന്നത്. ഈ ചെറിയൊരു ടിന്നിന് ഏകദേശം 83 രൂപയാണ് വില വരുന്നത്. പിന്നെ ടിന്നിൻ്റെ വലുപ്പത്തിനും പെയിൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടും അതിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. ഫസ്റ്റ് കോട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു റെഡ് കളർ ഇതിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അക്രലിക് പെയിൻറ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഈ റെഡ് കളർ എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിൽ വെള്ളം കൂടി കഴിഞ്ഞു വെച്ചെങ്കിൽ അത് ബോട്ടിലിൽ ക്യാച്ച് ആവില്ല, ഇതുപോലെ പരക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നന്നായി വൈപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ പെയിൻറ്റ് ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ ബോട്ടിൽ നിന്ന് എടുക്കണേ ആ രീതിയിൽ തന്നെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ ഡയറക്ഷനിൽ ബ്രഷ് വൈപ്പ് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമാണ് പാച്ച് കുറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കളർ എത്തിക്കാൻ പറ്റുള്ളൂ. സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ പാച്ചുകളൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാ ഭാഗത്തേക്കും കളർ ഈക്വലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവ തമ്മിലുള്ളൊരു വ്യത്യാസമാണ്, ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഗ്ലേസി ആയിട്ട് നിൽക്കും. സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അവിടെ ഒരു ടെക്സ്ചർ ഫോം ചെയ്യും. അങ്ങനെ റെഡ് കളർ ഫില്ലായിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അയൺമാൻ്റെ മാസ്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു മാസ്ക് നല്ലപോലെ സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയൺമാൻ ലോഗോ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് അതിൽ കിട്ടും. അതിനുശേഷം ഒരു ബട്ടർ ഷീറ്റിലേക്ക് അത് പാൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചോ ട്രേസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഇതുപോലൊരു ഷീറ്റിലേക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ ഈ ഷീറ്റിനെ ഫോറക് ഷീറ്റ് എന്നാണ് പറയുക. തെർമോക്കോളിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയാം. നമ്മളിവിടെ ഈ മാസ്കിനെ 3 ലെയറായിട്ടാണ് കോപ്പി ചെയ്തെടുക്കാൻ പോണത്. ഫസ്റ്റ് ഒരു ഔട്ടർ ലെയർ, പിന്നെ മിഡിൽ ലെയർ, പിന്നെ ഏറ്റവും മുകളിൽ വെക്കാനുള്ളൊരു ലെയർ. അങ്ങനെ ഏകദേശം നമ്മുടെ ഔട്ടർ ലെയർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കാൻ ഞാനിവിടെ ഒരു നൈഫാണ് യൂസ് ചെയ്യുന്നത്. നൈഫ് ഉണ്ടെങ്കിലാണ് നമുക്ക് വളഞ്ഞ ഭാഗങ്ങളൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം പുറത്ത് നിൽക്കുന്ന ചെറിയ ഭാഗങ്ങൾ നമുക്ക് കത്രിക ഉപയോഗിച്ച് വെട്ടിക്കളയാം. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ഭാഗം കൂടി നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ഇതിൻ്റെ മീതെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനി ഏറ്റവും മുകളിലായിട്ട് വെക്കാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാസ്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഇതെല്ലാതും ചെറിയ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ഓരോ പീസും കീറി പോവാണ്ട് വളരെ നീറ്റായിട്ട് തന്നെ ഇതുപോലൊരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. അയൺമാൻ ലോഗോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം ഇമേജസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെയിം ഇമേജ് അതിൽ കിട്ടും. അപ്പോൾ ആ ഒരു ഇമേജ് കോപ്പി ചെയ്തിട്ട് ബാക്കി ഈ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി 3 ലെയറുകൾക്കും 3 കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെയറിന് ഈ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പാച്ചുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ സെക്കൻഡ് ലെയറിന് നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. അക്രലിക് കളർ തന്നെയാണ്, അതായത് ഫാബ്രിക് കളർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതും അധികം പാച്ച് ഇല്ലാത്ത പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി തേർഡ് ലെയർ ഏറ്റവും മുകളിൽ വരുന്ന ലെയറാണ്. അപ്പോൾ അതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാസ്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അത് ഓരോ പാർട്ടും നമ്മൾ ഇതുപോലെ യെല്ലോ കളർ കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ മുകളിലൊക്കെ അത് നല്ലപോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം പെയിൻറ്റ് കൊടുക്കാവും നല്ലത്. അങ്ങനെ നമ്മൾ 3 ലെയറുകൾക്കും കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ പശ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലാക്ക് ലെയറിൻ്റെ മുകളിൽ റെഡ് ലെയർ വെക്കുക. അതിന് മീതിയായിട്ട് നമ്മൾ ഈ ഓരോ യെല്ലോ എലമെൻസും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് നോക്കിയിട്ട് തന്നെ ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്കിത് പ്ലേസ് ചെയ്യാൻ സാധിക്കും.
4x ഷീറ്റിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കണേ. സാധാരണ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിബോണ്ട് എന്നുള്ളൊരു ഗ്ലൂ ആണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മളിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യണേ. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തത്. അതിനുശേഷം എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പെയിൻറ്റ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെളിയായി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ബോട്ടിലിൽ ഒട്ടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ അങ്ങനെ നിങ്ങളുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെവിബോണ്ടാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കണേ ഗ്ലാസ്സിന്മേ ഇത് ഒട്ടിക്കാൻ, ഗ്ലാസ് സർഫസിൽ ഒട്ടിക്കാൻ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ പല ഷേപ്പുകളും കട്ട് ചെയ്തെടുത്തിട്ട് ബോട്ടിൽ ആർട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അയൺമാൻ മാസ്കിൻ്റെ മറ്റൊരു ലോഗോയാണിത്. അപ്പോൾ ലോഗോ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇമേജാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു രീതിയിൽ ഇതിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ വൈറ്റ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് തോന്നുന്നത് ആ രീതിയിലൊക്കെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 4x ഷീറ്റ് എന്നുള്ള ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ അടിപൊളി ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ അടുത്ത വീഡിയോകളിലായിട്ട് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള പല ഒബ്ജക്റ്റുകളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ഗുഡ് ബൈ. അപ്പോൾ ഇതാണ് 4x ഷീറ്റ്. ഈ ഒരു വലുപ്പത്തിലാണ് നമുക്കിത് വാങ്ങാൻ കിട്ടുക. ഏകദേശം ഈ ഒരു വലുപ്പത്തിന് 75 രൂപയാണ് വില വരുന്നത്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് പല സൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറുതാവുമ്പോൾ റേറ്റ് കുറഞ്ഞു വരും. പിന്നെ ഇതുപോലൊരു നൈഫും പിന്നെ ഫെവിബോണ്ട് എന്നുള്ള ആ ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചിട്ട് പല ക്രാഫ്റ്റ് വർക്കുകളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.